ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ മൽ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മിസ്സാവുകയോ അതോ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങളുടെ ഓസ്ട്രേലിയ വന്നതിന് ശേഷം ഞങ്ങളുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഒരു വട്ടം ഇങ്ങനെ മോശം പോവുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എവിടെ പാർക്ക് ചെയ്താലും നിങ്ങൾ ജസ്റ്റ് വന്നതിന് ശേഷം ഒന്ന് കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. കാരണം ഇവിടെ ഒത്തിരി കാറിൻ്റെ നമ്പർ പ്ലേറ്റുകൾ ഇതേപോലെ പോകുന്നുണ്ട്. ഇവൻ കാർ തന്നെ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ഒന്ന് നമ്പർ പ്ലേറ്റ് നോക്കണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളത് നോക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ അത് പോലീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പോൾ അതെല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളുടെ പേരിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്യും. ആ പെറ്റീഷൻ്റെ നമ്പർ ഫയൽ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരും. ആ ഫയൽ നമ്പർ നിങ്ങൾക്കൊരു മെസ്സേജ് ആയിട്ട് അവർ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം അത് എടുത്തു വെക്കുക. അതിനുശേഷം അവർ പറയും നിങ്ങളോട് 2 വീക്സ് വെയിറ്റ് ചെയ്യാൻ പറയും. കാരണം അവർക്കത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇപ്പം നമ്പർ പ്ലേറ്റ് അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയാൽ അവർ നിങ്ങളെ ഇൻഫോം ചെയ്യും. അല്ലെങ്കിൽ അവർ അത് പറയും പിന്നെ അവർക്കത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ കേസിലും അത് അവർ റിക്കവർ ചെയ്യാറില്ല, ഇല്ലയെന്ന് പറഞ്ഞാണ് വരാറ്. പക്ഷേ എൻ്റെ കേസിൽ എനിക്കത് അവർ 2ാമത് ആഴ്ച കഴിഞ്ഞപ്പോൾ അവരത് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാക്സിമം ഈ കാർ നമ്പർ ഇല്ലാണ്ട് ഓടിക്കാണ്ടിരിക്കുക. കാർ തിരിച്ച് നിങ്ങളുടെ ഗ്യാരേജിലോ നിങ്ങളുടെ വീട്ടിലോ കൊണ്ട് പാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ വേറെ കാറുകളൊന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പോവുക. എന്നിട്ട് ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ ഈ നമ്പർ പ്ലേറ്റ് ക്യാൻസൽ ചെയ്യുക. അത് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരോട് റിസപ്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ഫോം തരും. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് പുതിയ നമ്പർ പ്ലേറ്റ് വേണോ എന്നുള്ളത്. അപ്പം നിങ്ങളത് ഇപ്പം നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അത് കിട്ടാൻ ഒത്തിരി ഡിലേ ആകും. മറിച്ച് നിങ്ങൾക്ക് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ വേണ്ടതെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഫോം ഫില്ല് ചെയ്യാൻ പറയും. ആ ഫോമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അവിടുത്തെ ഓഫീസറിൻ്റെ അടുത്ത് ചെല്ലുക. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു നമ്പർ പ്ലേറ്റ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ പേ ചെയ്യേണ്ടത് $36 നിങ്ങൾ പേ ചെയ്യണം. ഇപ്പോൾ ഇത് നിങ്ങളുടെ തെറ്റല്ലെങ്കിൽ കൂടെ നിങ്ങൾ $36 പേ ചെയ്തിട്ട് ആ നമ്പർ പ്ലേറ്റ് വാങ്ങണം. ഇപ്പോൾ എനിക്ക് ആ നമ്പർ പ്ലേറ്റ് മോഷണം പോയതിന് ശേഷം ഞാൻ എൻ്റെ കാറിൻ്റെ എല്ലാം നമ്പർ പ്ലേറ്റിൽ 2 സ്ക്രൂ കൂടി ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തു. അത് നോർമൽ സ്ക്രൂകളല്ല. ഇപ്പം മോസ്റ്റ്ലി എല്ലാ കാറുകളുടെയും സാധാരണ ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ഹെഡുള്ള സ്ക്രൂകളായിരിക്കും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ സ്ക്രൂകൾ ഒഴിവാക്കിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെഡ് വരുന്ന സ്ക്രൂസ് നിങ്ങൾക്ക് ബണ്ണിങ്സ് പോലുള്ള പിന്നെ ഷോപ്പുകളിൽ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളത് വാങ്ങിച്ചിട്ട് നിങ്ങളത് മാക്സിമം ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പോൾ 2 സ്ക്രൂ ഉള്ളത് ഒരു 2 സ്ക്രൂവും കൂടെ കിട്ടുന്ന വിചാരിച്ച് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. ഒരു $1-2 കൊടുത്തു കഴിഞ്ഞാൽ അത്ര സ്ക്രൂകൾ കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് അടിച്ചുകൊണ്ട് പോകാൻ നോക്കിയാൽ തന്നെ അത് ഇച്ചിരി സമയമെടുക്കും അത് ഊരിയെടുക്കാൻ. എങ്കിലും ഇങ്ങനെ ഈ നമ്പർ പ്ലേറ്റ് അവരെ കൊണ്ടുപോകുന്നത് മോസ്റ്റ്ലി ഒരു അടിച്ചുകൊണ്ട് പോകുന്ന കാറുകൾക്ക് ഫിക്സ് ചെയ്യാനും പിന്നെ ഡ്രഗ് ഡീലിങ്സിനൊക്കെയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല. അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയപ്പം കണ്ടതാണ് അങ്ങനെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ഒരു നമ്പർ പ്ലേറ്റ് മിസ്സായാൽ ഇവിടെ ക്വീൻസ്ലാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.